നമസ്കാരം. ഇങ്ങനെ പടകൊക്കെ പൊട്ടിക്കാണ്ടെന്ന് അറിയാണെങ്കിൽ കൂട്ടി വരുമായിരുന്നു. വെറുതെ തൃശ്ശൂര് വരെ പോകാൻ ഇനി പൊട്ടില്ലേ ഇടക്ക് പൊട്ടുമ്പോളെ ഞാന് കുറച്ച് നേരം കഴിഞ്ഞ് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് നിങ്ങളോട്. പറഞ്ഞമാതിരി ചെയ്യും വരും. കുറച്ച് റോഡ് മോശവും ബ്ലോക്കും കോഴിക്കോട് ഇങ്ങോട്ട് എത്താനുള്ള ഒരു ചെറിയൊരു പിന്നെ ഇവിടേക്ക് ക്ഷണിച്ച സെക്രട്ടറി പുഷ്പൻ, പ്രസിഡന്റ് ഹസൻക, മറ്റു ഭാരവാഹികളെ, വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ എന്റെ മുന്നിലിരിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങളെ നാട്. ഇത്ര ഞാൻ ഒരുപാട് വേദിയിൽ ഇപ്പൊ പോവാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്നാലും ആ പോയതില് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഗ്രാമം, ഈ ഒരു അന്തരീക്ഷം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ പറയാൻ പോണത് മനുഷ്യനെ സ്നേഹിച്ച ഒരു കഥ ആണ്. അത് പലരും മറന്നു പോകുമ്പോ ഇടക്ക് ഓർമ്മപ്പെടുത്തേണ്ട ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. അസാധ്യമായ ഒരു കാര്യം നമ്മൾ സാധിച്ചു. ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ ഏത് തരണം ചെയ്യാൻ പറ്റാത്ത പ്രതിസന്ധിയും തരണം ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്തു. അതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസങ്ങളും യാതനകളും അനുഭവിച്ച്, പരിഹാസങ്ങൾ കേട്ട്, കുത്തുവാക്കുകൾ കേട്ട്, എന്റെ ഒരു ലോറി ഡ്രൈവർ ജൂലൈ 16 കർണാടകയിൽ വെച്ച് മണ്ണിടിച്ചിൽ കാണാതായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അവിടുന്ന് അങ്ങോട്ട് ഒരു 72 ദിവസം എന്റെ ലൈഫിലെ ഏറ്റവും ഭീകരമായ ദിവസമായി മാറുന്നത്. ജൂലൈ 16 നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് ചായയും കുടിച്ച് ഓഫീസിൽ വന്നിട്ട് എന്റെ ജോലി തിരക്കില് നിൽക്കുന്ന സമയത്താണ് അറിയുന്നത് നമ്മളെ ലോറി മണ്ണിടിച്ചില് പോയോ എന്നൊരു സംശയമുണ്ട്. നെഞ്ചിലൊരു പെടപ്പേ. കാരണം ആ ലോറി ഡ്രൈവറുടെ പേര് അർജുൻ. നല്ലൊരു സൗഹൃദം ഞാനും എന്റെ ഫാമിലി അവനായിട്ടുണ്ടായി. പെട്ടെന്ന് അത് കേട്ടപ്പോ വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്ങനെയെന്നുള്ളത്. സമയം പോകുന്തോറും നെഞ്ചില് പിടപ്പ് കൂടി വന്നു. സകല ശക്തി കൊടുത്ത് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഒരിക്കലും നമ്മളെ വണ്ടി ആവരുത്. ദൈവത്തിന്റെ തീരുമാനം വേറൊന്നും. വണ്ടി നമ്മളെ തന്നെയാണ് മിസ്സായത്. എത്രയും പെട്ടെന്ന് സംഭവ സ്ഥലത്തേക്ക് അനിയനെ പറഞ്ഞയച്ച് പോലീസ് സ്റ്റേഷൻ കർണാടകയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിച്ച് നിസ്സാരമായ ഉത്തരവാദിത്തം കിട്ടുമ്പോ പറയാം. ഞാൻ പറഞ്ഞ അങ്ങനെ പറയുള്ളൂ. മണ്ണിടിഞ്ഞല്ലേ പെട്ടെന്ന് തെരച്ചിൽ തുടരണം, FIR ഇടണം. ഒന്നും ചെയ്തില്ല. 3-ാമത്തെ ദിവസമാണ് നമ്മൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. ഈ 3 ദിവസം നമ്മളെ ആളുകൾ അനുഭവിച്ച പ്രയാസങ്ങൾ, കോരിച്ചൊരിയണ മഴ, എപ്പം വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ഒരു മലന്റെ ചോട്ടില് എന്റെ സഹോദരനും അർജുന്റെ ഫാമിലി ഒരുപാട് പോലീസുകാരെ കാല് പിടിച്ചു നോക്കിയിട്ടും ഒരു ഉത്തരവും കിട്ടിയില്ല. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ നമ്മളെ സഹായിക്കാൻ തുടങ്ങി.
അതില് ആ വാർത്തക്ക് നിങ്ങൾ കൊടുത്ത പ്രാധാന്യമാണ് ഞാൻ ഇവിടേക്ക് വരാൻ കാരണം. കാരണം നിങ്ങൾ ആ TV-യിൽ അത് നോക്കും, സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ മെസ്സേജുകളും കമന്റ്സും ഇതിന് പ്രാധാന്യം കൂടി വന്നു. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതാക്കന്മാർക്കും രംഗത്ത് വരേണ്ടി വന്നു. അതോടുകൂടിയിട്ട് ഈ വിഷയത്തിൽ ഒരു സ്പീഡ് കൂടി കിട്ടി. നമ്മൾ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. കർണാടകക്കാർക്ക് ഇതുവരെ അറിയില്ലേനും ഒരു സാധാരണക്കാരൻ പോയാൽ ഇത്രയൊക്കെ വില ഉണ്ട് എന്നുള്ളത്. അപ്പോഴാണ് എന്നോട് ഒരു പോലീസുകാരൻ ചോദിക്കുന്നത്, ഈ വെള്ളത്തിന്റെ അടിയിൽ പോയത് ആരാ? രാഷ്ട്രീയക്കാര് വരുന്നുണ്ട്, പത്രക്കാര് വരുന്നുണ്ട്, പല പല ഭാഗത്തു നിന്ന് ഫോണ് വരുന്നുണ്ട്. ഭയങ്കര നമ്മൾ നിർത്താൻ ഉദ്ദേശിച്ച ഒരു രക്ഷാദൗത്യം. പെട്ടെന്ന് ഇത് പാരാത്. ആ പോയ ലോറി ഡ്രൈവറിനാണോ പവർ, അല്ല ഈ ലോറിന്റെ മുതലാളിയായ അനക്കാണോ? സത്യത്തിൽ ഈ ആരാ? ഒരു ഡൗട്ട്. ഞാൻ പറഞ്ഞു, ലോറിയിലെ മുതലാളിക്ക് ഒരു പവറില്ല, ലോറിന്റെ ഡ്രൈവറിനും ഒരു പവറില്ല. ഉള്ളിൽ പോയത് ഒരു മലയാളി. മലയാളികൾ അങ്ങനെയാണല്ലോ, ഓർക്കറിയില്ലേ. നമ്മൾ എന്ന് അർജുനെ തിരിച്ചു കൊണ്ടുവന്നോ അന്ന് ഞാൻ പറഞ്ഞതിന്റെ ഉത്തരം ഒരുക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മളെ ഈ കൂട്ടായ്മ, ഈ ഒത്തൊരുമ, അതാണ് നമ്മളെ ഈ നാടിന്റെ വിജയം, ഈ ഒരു കേരളത്തിന്റെ വിജയം. കേരളം ഒരുപാട് പ്രതിസന്ധി നേരിടുന്ന ഒരു ഭൂപ്രദേശമാണ്. വെള്ളപ്പൊക്കമായാലും മണ്ണിടിച്ചിലായാലും പല രീതിയിലുള്ള ഓരോ കൊല്ലും ഓരോ പ്രശ്നങ്ങൾ നമ്മളെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് ആരോ ഒരാള് ആംസ്റ്റർഡാമായിട്ടാണ് തുലനം ചെയ്തത്. താഴ്ന്ന പ്രദേശം, കടലിനേക്കാളും എപ്പോഴും വെള്ളം കയറാം, എപ്പോഴും മണ്ണിടിയാം, ദുരന്തങ്ങൾ എപ്പോഴും നടക്കുന്ന ഈ നാട്ടില് അത് അതിജീവിക്കുന്നത് ഈ കാണുന്ന, എന്റെ മുന്നിൽ കാണുന്ന ആളുകളെ പോലെ ഒരു ഒത്തൊരുമയോട് കൂടിയിട്ട് കാവ്യ കൊണ്ടെടുത്ത സഹോദരനും തലയെ തൊപ്പിയിട്ട ആളും തോളോട് തോൾ ചേർന്ന് നിൽക്കണ സുന്ദരമായ നാടാണ്. എല്ലാ മതവിഭാഗങ്ങളും ഒത്തൊരുമയോട് കൂടിയിട്ട് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഓടിയെത്താനുള്ള, അത് കണ്ട് പഠിച്ച് വളർന്ന എനിക്കും കർണാടകയിലെ ഓരോ വിഷയങ്ങൾ കാണുമ്പോൾ അത്ഭുതം തോന്നും. എന്ത് നാടായത്! രക്ഷാപ്രവർത്തനത്തിന് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് രഞ്ജിത്ത് ഇസ്രായേല് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ അവിടേക്ക് വന്നു. ഞാനൊരു സാധാരണ ലോറി ഉടമ മാത്രമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഇന്ത്യൻ റെയിൽവേയിൽ സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള പവറൊന്നും എനിക്കില്ല. ഞാനൊരു സമയം ആലോചിച്ചു, രഞ്ജിത്ത് ഇസ്രായേലിന് ഇറങ്ങേണ്ട സ്റ്റോപ്പ് അങ്കോല, അവിടെ സ്റ്റോപ്പില്ല ട്രെയിന്, എങ്ങനെ അപ്പൊ ഇത് നിർത്തുക? കളക്ടറെ കയ്യും കാലും പിടിച്ചു നോക്കി. തിരക്ക് കാരണം കളക്ടർക്കും ഒന്നും ചെയ്തു തരാൻ പറ്റുന്നില്ല. അങ്കോല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനും എന്റെ സഹോദരങ്ങളും അർജുന്റെ ഫാമിലിയും 2 കാർ എടുത്ത് പോയി, 2 ആളെ കൊണ്ടുവരാൻ. അവിടെ പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്ന് ട്രെയിൻ വരാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. എന്റെ മാനസികാവസ്ഥ ഭയങ്കരമായ വേറൊരു രീതിയിലായതുകൊണ്ട് ഞാൻ സ്റ്റേഷൻ മാസ്റ്ററെ പോയി കണ്ടപ്പം ആ റെയിൽവേ സ്റ്റേഷനിലെ ആകെ 4ഓ 5ഓ പണിക്കാരുള്ളൂ, 4 ആള് പോലും ഇല്ല ജോലിക്കാർ. വിജനമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് അത്, കാടാണ് ചുറ്റും. സ്റ്റേഷൻ മാസ്റ്ററോട് ഞാൻ പോയി പറഞ്ഞു, വരുന്ന ട്രെയിനിന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. ഞാൻ പറഞ്ഞു, കളക്ടർ വിളിച്ച് പറഞ്ഞു, ഇല്ല സ്റ്റോപ്പ് ഇല്ല, നിർത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ആ വരുന്ന ട്രെയിനിന്റെ മുന്നിലേക്ക് ഒരു 5 ആള് ചാടാൻ വേണ്ടി റെഡി ആയിട്ടാണ് വന്നത്. സ്റ്റേഷൻ മാസ്റ്റർ ആകെ ബേജാറായി. എന്തിനാ? ആ ട്രെയിൻ നിർത്തിയില്ലെങ്കിൽ അതിനുള്ളിൽ നിന്ന് 2 രക്ഷാപ്രവർത്തകർ പുറത്തേക്ക് വരുന്നുണ്ട്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന 2 രക്ഷാപ്രവർത്തകരാണ്.
അവരെ നമുക്ക് അത്യാവശ്യം വേണം. നമ്മള് മണ്ണിടിച്ചിൽ എന്റെ ഒരു ജോലിക്കാരന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് അവനെ ജീവനോടെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ ഒരു രക്ഷാപ്രവർത്തകരായ രണ്ടാളെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇറക്കി തരണം. ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടാൻ നോക്കിയ ആളെ അത് വിലപ്പോയി. പിന്നെ മനസ്സലിവ് വന്നത് ആള് ജീവനോടുണ്ട്, ഫോണ് റിങ് ചെയ്തിക്കണെന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോഴാണ് വണ്ടി ട്രെയിനിൽ 1 മിനിറ്റ് നിർത്തി തന്നത്. നോക്കണം ഒരു സാധാരണക്കാരൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അവിടുന്ന് ആ രക്ഷാപ്രവർത്തനം തുടങ്ങി. ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് എനിക്ക് നിങ്ങളോട് ഇതുവരെ എവിടെ പറയാൻ തോന്നിയില്ല, പക്ഷെ നിങ്ങളോട് പറയണം തോന്നി. കാരണം എന്റെ മുന്നിൽ ഇരിക്കുന്നൊക്കെ അമ്മമാരാണ്. നിങ്ങളെ മക്കളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്ര വിഷമം ഉണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങളെ ചിന്തിക്കണതിന്റെ അത്രയും കിലോമീറ്റർ ദൂരത്ത് നിങ്ങളൊരു മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാനും എന്റെ മക്കളെ പറ്റി ആലോചിച്ച് എത്ര വിഷമം ഉണ്ടാവും ആ ഫാമിലിക്ക്. അതുകൊണ്ട് അവിടെ നിന്നുപോയി. സ്വന്തം സ്വത്തും സമ്പാദ്യവും എന്റെ ഒരു ജോലിക്കാരനും വേണ്ടി ഞാൻ ചിരിച്ചും കൊണ്ട് നഷ്ടപ്പെടുത്തി. ചില ആളുകൾ അങ്ങനെ നഷ്ടപ്പെടുത്തുന്നതിൽ ഒരു സുഖം കണ്ടെത്തി. ആ കൂട്ടത്തിൽപ്പെട്ട ഞാൻ ഒരു പരാതിയോ പരിവോ ഒരു ചാനലിന്റെ മുന്നിലും 72 ദിവസം മനാഫ് പറഞ്ഞിട്ടില്ല. മനാഫിന്റെ ഒരു വിഷമങ്ങളും ഈ 72 ദിവസം ആരെ മുന്നിലും മനാഫ് പറഞ്ഞിട്ടില്ല. മനാഫിന്റെ ചിന്ത മുഴുവൻ എത്രയും പെട്ടെന്ന് മനാഫിന്റെ ജോലിക്കാരനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പല നേതാക്കന്മാരുടെ അടുത്ത് ഞാൻ പോയി സംസാരിക്കുമ്പോ പറയും ഇനി ആള് ജീവനോടെ ഉണ്ടാവില്ല. അപ്പോഴും ഞാൻ പറയുന്നത് എനിക്കും അറിയാം ജീവനോടെ ഉണ്ടാവില്ല. പക്ഷെ അന്ത്യകർമ്മം എന്ന് പറഞ്ഞൊരു പ്രോസസ്സിംഗ് ഉണ്ട്. ഏതൊരു മതവിശ്വാസിക്കും അന്ത്യകർമ്മം ഒരു ഇമ്പോർട്ടന്റ് ആണ്. അതിന് പൂർണ്ണമായ രീതിയിൽ എനിക്ക് എന്റെ തൊഴിലാളിനെ വേണം. പിന്നെ ഉറങ്ങാൻ ഈ ഒരു വിഷയമാണ് തീരെ സമ്മതിക്കാവുന്നത്. ഞാൻ നിരന്തരം നമ്മളെ ദൗത്യം നിന്നു പോകുമ്പോ ഒരു ഭ്രാന്തനെ പോലെ അങ്ങനെ ഓടി നടക്കല. വീണ്ടും ഇത് ഉണർത്തിക്കൊണ്ടുവരാൻ എനിക്കറിയാം. ഇതിലൂടെ മറ്റുള്ളവർക്ക് എന്താന്ന് കഴിഞ്ഞാല് തോന്നും ഒരാൾക്കും വേണ്ടിയിട്ട് ഒരാൾക്കും വേണ്ടി ഇങ്ങനെ ആവണം നമ്മൾ. അതിനാണ് ഞാൻ ഓരോ വേദികൾ എന്നെ ക്ഷണിക്കുമ്പോഴും ഞാൻ ചെല്ലുന്നത്. കാരണം അപ്പോഴേ എന്താവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞമ്മക്കൊരു ബോധം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മള് ആ വീട്ടിലെ കുട്ടീനെ പൂർണ്ണ ബഹുമതിയോട് കൂടിയിട്ട് അന്ത്യകർമ്മത്തിൽ എത്തിച്ചു കൊടുത്തു. ഒരമ്മക്ക് എന്താ ഇതിലും പരം വേണ്ടത്? ഒരു ഫാമിലിക്ക് എന്താ വേണ്ടത്? ഒരിക്കലും കിട്ടൂല എന്ന് പറഞ്ഞ കാര്യത്തിന് നമ്മൾ കാണിച്ചു കൊടുത്തു. അത് കിട്ടിയില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്തേലും ഗംഗാവലിപ്പുഴയില് വേറൊരു 5 മൃതദേഹം കൂടി ഒഴുകി നടക്കുന്നുണ്ടാവും. കാരണം ഈ നാട് എത്രമാത്രം നല്ലതാണോ അത്രമാത്രം ചില ആളുകൾ ബെടക്കൂട്ട്. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറ്റവും കുറവും പറഞ്ഞ് അവൻ കൊന്നതയ്ക്കും, ചന്ദനക്കള്ളാനാണ്, ഇനിയൊരു കള്ളത്തരം എന്റെ പേരിൽ ആരംഭിക്കാനില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്തിരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ എങ്ങാനും അവനെ കിട്ടിയില്ലെങ്കിൽ ഞാനും എന്റെ ഫാമിലിയും ജീവിതകാലം മുഴുവനും ഒരു കൊലപാതകി അല്ലെങ്കിൽ ഒരു കള്ളന് എന്തൊക്കെയോ പേരിൽ ജീവിക്കേണ്ടി വരും. ഈ സമൂഹം അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനത്തെ ഓരോ സ്റ്റേജ് കിട്ടുമ്പോഴും വന്ന് പറയുന്നത് നമ്മൾ ഈ വിഘടിച്ച് നിൽക്കുന്ന ഒരു സമൂഹമായി മാറരുത്. ഒരാളെ പേരിലോ ഒരാളെ മതത്തിലോ ഒന്നുമില്ല. ഞാൻ അതിലൊന്നും വിശ്വസിക്കില്ല. നമ്മളൊക്കെ ഒരു മനുഷ്യരാണ്. എന്റെ ശരീരം മൊത്തം പല മനുഷ്യരുടെ വീട്ടിലെ ചോറുകൊണ്ടാണ് ഈ തടിയൊക്കെ.
അതിൽ ആരതൊക്കെ ഉണ്ടെന്ന് അറിയില്ല. ഹിന്ദുക്കളെ വീട്ടിലുണ്ട്, ക്രിസ്ത്യാനികളെ വീട്ടിലുണ്ട്, പഞ്ചാബികളെ വീട്ടിലത്തെ ഉണ്ട്, എല്ലാരെ വീട്ടിലത്തെ ശരീരമാണിത്. ഞാൻ അവിടെയൊക്കെ ജോലി ചെയ്ത് ഓരോ വീട്ടിലൊക്കെ ജീവിച്ചിരിക്കുന്നു ഒരുപാട് കാലം. എന്റെ ഫാദറിന് കർണാടകയിൽ ബിസിനസ്സാണ്. ഞാൻ എന്റെ ഫാദറിന്റെ ജോലിക്കാരെ വീട്ടിലാണ് താമസിച്ച് പഠിച്ചതൊക്കെ വലുതായത്. എനിക്ക് ഓരോരുത്തരുടെ വിഷമവും മനസ്സിലാവും. ആ വീട്ടിലൊക്കെ 9 കുട്ടികളാ. അവരെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഏതോ ഒരു മോൻക്ക് ഇറച്ചിക്കറി ഉണ്ടാക്കി തന്നെ അങ്ങനെയുള്ള സംസ്കാരത്തിൽ നിന്ന് ജീവിച്ചു വന്ന ആളായി. അപ്പം ഞമ്മക്ക് ഓരോ വിഷയത്തിലും എനിക്ക് ഭയങ്കര വാല്യൂസ് ഉള്ള, ഞാൻ ഓരോരുത്തരെ ഭയങ്കരമായിട്ട് വില കൽപ്പിക്കുന്ന കൂട്ടത്തില്ല. അപ്പം ഒരാള് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കറിയാം അതിന്റെ വേദന എന്തെങ്കിലും. അത് കാരണമാണ് ഞാൻ നിന്ന് പോയത്. എനിക്കൊരു പേരും പ്രശസ്തിയും ആവശ്യമില്ല. നാളെ ഞാൻ എന്തോ വലിയൊരു നേതാവാനോ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇനി ഈ പ്രവർത്തികൾ ഇതിന്റെ മുന്നിൽ ചെയ്തിരുന്നു, പക്ഷെ ആരും അറിഞ്ഞില്ല എന്നുള്ളൂ. പിന്നെ അറിയണോൽക്കറിയാം നമ്മളെന്താന്ന്. ഇന്ന് ചാനലിന്റെ മുന്നിലേക്ക് വരേണ്ടി വന്നതെന്നുള്ളൂ. അത് എത്ര കൊല്ലം മുന്നേ എനിക്ക് വരാമായിരുന്നു. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിച്ചാൽ മനസ്സിലാവും. അറിയപ്പെടുന്ന ഒരു ഫാദറിന്റെ മോനെ, എന്റെ ഫാദർ ഭരണത്തിൽ നിൽക്കുന്ന സമയത്താണ് മരണപ്പെടുന്നത്. ബൈ ഇലക്ഷനൊക്കെ മത്സരിക്കാമായിരുന്നു, MLA മന്ത്രിയും ഒക്കെ ആവാമായിരുന്നു. വീട്ടിൽ കഞ്ഞി വാങ്ങാൻ ബുദ്ധിമുട്ടി പോകുന്നു പേടിച്ചിട്ടാണ് അങ്ങനത്തേക്കൊന്നും പോകാൻ. ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ എന്റെ സ്വന്തം ചെലവിലും സ്വന്തം ബിസിനസ്സും നശിപ്പിച്ചിട്ടാണ്. പക്ഷെ ഞാൻ ഇവിടെ വരാൻ കാരണം എന്താ പറഞ്ഞാൽ നമ്മളെ നാട് വിഭജിച്ചു പോയി കൊടുക്കുകയാണ്. അതിന് ഈ കൂട്ടത്തിലുള്ള ഒരാൾ പോലും സഹകരിക്കരുത്, അതിന് ഇടവരുത്തരുത്. ഇന്നോടൊരു 4 ആളുകൾ എന്നെ 4 പ്രാവശ്യമായിട്ട് വിളിച്ചവര് ഒരു 40 ആളെ തുടങ്ങി വെച്ചൊരു കൂട്ടായ്മയാണ്. പിന്നെ അതിങ്ങനെ വളർന്നുണ്ട്. അതിപ്പം അടുത്ത കാലത്താണ് തുടങ്ങിയത്. നാട്ടിൽ ഒരു 50 വിളക്ക് ഒരു 40 ആളെ സഹായത്തോടു കൂടി കിട്ടുന്നുണ്ട്. മനാഫിന് വരാൻ പറ്റുമോ? ചിലപ്പോ ചെറിയൊരു പരിപാടിയായിരിക്കും, പറ്റുമോ? ഞാനൊരു 4 ആളുകളോടത്തേക്ക് നിങ്ങളെ വിളിച്ചാൽ ഞാൻ വരും. 4 മനുഷ്യന്മാരായാൽ മതി, ഞാൻ വരും. എനിക്കിതൊന്നും ആവശ്യമില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും അംഗീകരിക്കാനും ഒത്തൊരുമിച്ച് പോവാനും നിങ്ങളൊരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി തരുന്ന ഒരു വിളക്ക് വെക്കാന്ന് എന്താന്ന് എനിക്കറിയാം. എത്ര നല്ല ഒരു കാര്യമാണ്. രാത്രിയൊക്കെ നായും മറ്റുള്ളവരും ഉണ്ടാവും. നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോ, ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 7 കിലോമീറ്റർ ദൂരത്ത് എന്റെ വീട്. പണ്ട് ഞാൻ ഇതേമാതിരി നടന്നു വന്നിട്ടുണ്ട്. ബസ് ഒരു സമയം കഴിഞ്ഞാൽ ഉണ്ടാവില്ലല്ലോ, ഓട്ടോറിക്ഷയ്ക്ക് പോരാനുള്ള പൈസ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വന്ന ആളാണ്. ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് എന്ത് രസമുള്ള ഒരു ഗ്രാമം. ഈ ഗ്രാമത്തിൽ ഞാൻ വരാതെ പോയിരുന്നെങ്കിൽ നഷ്ടം ഭയങ്കരമായിട്ട്. ഈ കനാല് ഇത് നിങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന കനാലാണ്. ഇതേ കനാൽ എന്റെ വൈഫിന്റെ ഒരു അനിയൻ മരിച്ചു. ഈ കനാല് കൊയിലാട്ടിലേക്ക് പോണ കനാലാണോ? ഇതിന്റെ മറ്റൊരു കനാല് കൊയിലാണ്ടിയിലുണ്ട് അവിടുന്ന്. അപ്പൊ സൂക്ഷിക്കുക മക്കളൊക്കെ. എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ ഈ തുടങ്ങി വെച്ച ഈ പ്രവർത്തനം ഇത് വിജയിക്കാൻ കാരണം നിങ്ങളാണ്. അപ്പൊ ഞാൻ നിങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് നിന്നിട്ട് നിങ്ങളോട് നന്ദി പറയണം. കാരണം നിങ്ങൾ ബേജാറായതുകൊണ്ടാണ് നിങ്ങൾ ടിവിന്റെ മുന്നിൽ ഇരുന്നത്. ഓരോ മക്കളും അമ്മമാരും ഈ വിഷയം മക്കളെയും അമ്മമാരെയും ഭയങ്കരമായിട്ട് ബാധിച്ചു പോയ വിഷയം. എന്തോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളൊരു വീട്ടിലെ അംഗത്തെ പോലെ ആയി. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊരു പരിപാടിക്ക് എന്നെ വിളിക്കുമ്പോ ഞാൻ എന്റെ എന്ത് പ്രയാസം മാറ്റി വെച്ച് വരാൻ തയ്യാറാണ്. കാരണം നിങ്ങളൊക്കെ ഈ ദൗത്യത്തിന്റെ ഭാഗമാണ്. ചെറിയ ദൗത്യമല്ല, BBC വരെ അംഗീകരിച്ചു പോയ ദൗത്യ. ഒരാൾക്കും വേണ്ടിയിട്ട്
ഒരു പൗരനും വേണ്ടിയിട്ട് അത് ഒരു സ്റ്റേറ്റ് മൊത്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ഒരു ഒരു അസുലഭ നിമിഷം അത് കഴിഞ്ഞു പോയത്. ഒരു സാധാരണക്കാരനെ നമ്മൾ അന്ത്യവിലാപ യാത്ര എന്ന് പറയുന്നത് മന്ത്രിമാര്, MP, MLA എല്ലാ ആളുകളെയും അകമ്പടിയോടുകൂടി, പോലീസിന്റെ അകമ്പടിയോടുകൂടി ഒരു സാധാരണക്കാരന് ഈ കേരള സമൂഹം കൊടുക്കുന്ന വില നമ്മളിവിടെ കാണിച്ചു. ഇനി മുതൽ എല്ലാ സാധാരണക്കാരനും എന്തൊരു പ്രയാസപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം നമ്മളെ സമൂഹം. ഒറ്റക്കെട്ടായി അവനെ തേടി കൊണ്ടുവരണം, അവന്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കണം. അത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടക്കാവട്ടെ. അതുപോലെ തന്നെ ഈ മുതലാളി തൊഴിലാളി എന്നുള്ള ബന്ധം അതൊരു വെറും ബന്ധമല്ല. തൊഴിലാളി എപ്പോഴും മുതലാളിന്റെ വീട്ടിലെ അംഗമായിട്ട് കാണാൻ പഠിക്കണം, സഹോദരനായിട്ട് കാണാൻ പഠിക്കണം. അപ്പോഴേ എന്താവുള്ളൂ, നാട് പുരോഗമിക്കുള്ളൂ. ഈ നാട് വളരണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം തൊഴിലാളി മുതലാളി ബന്ധം കാഴ്ചപ്പാടിൽ മാറ്റം വരേണ്ടി വരും. അപ്പോഴേ ഇതൊക്കെ ഒന്ന് ശരിയാവുള്ളൂ. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞു നീട്ടില്ല. നിങ്ങൾ ഇത്രയും വന്ന് എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ എന്തെങ്കിലും വിട്ടുപോയിക്കണമെന്ന് അറിയില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മളെ ഈ ഒരു മെമ്പർ, ഈ ഒരു കൂട്ടായ്മയില് രാജീവേട്ടന് ഇവിടെ സുഖമില്ലാതെ ഇപ്പൊ കിടപ്പിലാണെന്ന് കേട്ട്, സാമ്പത്തികമായിട്ട് വളരെ പ്രയാസമുള്ള മനുഷ്യനാണെന്ന് കേട്ട്, ഞാൻ വലിയ സാമ്പത്തികമുള്ള ആളെന്നല്ല, തെറ്റിദ്ധാരണാണ്. എന്റെ വീട് കൊട്ടാരാണ്, അങ്ങനെ അറിയാതെ പറഞ്ഞു കഴിഞ്ഞു, ചോട്ടാമോട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതൊന്നും കാര്യാക്കണ്ട. എന്നാലും ഞാൻ ഈ നാട്ടിലുള്ള എല്ലാരും കൂടി രാജീവേട്ടനെ സഹായിക്കണം. അതിന്റെ ഒരു തുടക്കം എന്നോട് ആരും പറഞ്ഞിട്ടല്ല കേട്ടോ ഞാൻ ഇത് ചെയ്തത്. ഇനി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഇവരാരും അസംഖ്യാകാരും ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഈ വിഷയം. ഞാൻ അറിഞ്ഞപ്പോ ഞാനൊരു 10,000 രൂപ ഞാൻ കൊടുക്കാം, നിങ്ങളും എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് എല്ലാരും ചേർത്ത് പിടിക്കാൻ നല്ല രസമുള്ള ഒരു പരിപാടിയാണ്. വിഭജിക്കണോല് വിഭജിപ്പിക്കട്ടെ, നമുക്ക് ചേർക്കാം. അത് നല്ല സൂപ്പർ ഗ്ലൂ ഇട്ടിട്ട് തന്നെ ചേർത്തിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഞാൻ വെക്കരുത്. നന്ദി, നമസ്കാരം. ഈ ഉദ്ഘാടന കർമ്മം ചെയ്തതായിട്ട് ഇവിടെ പ്രഖ്യാപിക്കാം. സാധാരണ എല്ലാ സ്ഥലത്തും ഉദ്ഘാടനം ചെയ്തത് പറയാൻ മറന്നുണ്ട്, ഇന്ന് ഓർമ്മ വന്നിട്ട്. താങ്ക് യു.